പറ്റും. താങ്ക് യു. എക്സ്ക്യൂസ് മീ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി ഓർഡർ വന്നിട്ടുണ്ട്. ഓ വന്നാ സന്തോഷായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചേ. ഹലോ, സാറിന്റെ അവിടെ സാറിനുള്ള ഓർഡർ ഞാൻ ഹൈസ്കൂളിൽ കൊണ്ടുതരാം കേട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടിയ കള്ള കൃഷ്ണൻ. നീ വീട്ടിലോട്ട് വേടോ, കൊള്ളാൻ വെച്ചിട്ടുണ്ടോ മുട്ട കൊള്ളോ. ടീച്ചറെ അപ്പൊ ശരി. അപ്പൊ ഇനി എല്ലാവരും ഒന്ന് കുറച്ചുകൂടെ കഷ്ടപ്പെട്. വെറുതെ പണിയൊന്നും കൊടുക്കാതെ സുഖിച്ചുകൊണ്ടിരിക്കുവല്ലേ. പിന്നെ എല്ലാവരുടെയും പേരും നാളും സെന്ററും എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളവും വെളിച്ചവും ഇല്ലാത്ത പാമ്പും പഴുതാരയുമുള്ള നല്ലൊരു സെന്റർ കിട്ടുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. വിനോദ് സാറേ, എന്റെ സെന്റർ എവിടെയാ? എന്നാലേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഓർഡർ അങ്ങ് വായിക്കാം. ശ്യാമള ടീച്ചർ അങ്കമാലി. ഈശ്വര, വല്ല കുഴപ്പം പിടിച്ച സ്ഥലമാണോ സാറേ? ഏയ്, ഒരു കുഴപ്പമില്ലെന്നേ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് എനിക്ക് അവിടെയായിരുന്നു ഡ്യൂട്ടി. പേടിക്കാൻ മാത്രമൊന്നും ഇല്ലെന്നേ. രാജമ്മ ടീച്ചർ ആനങ്ങാട്. ആണോ? എന്റെ ഒരു കസിൻ ഉണ്ട് അവിടെ. ഓ, സന്തോഷ് സാറ് ശാന്തിപുരം. ഞാനോ സാറേ? ഉഷ ടീച്ചർ വട്ടപ്പറമ്പ്. അതെവിടെയാ? നമ്മുടെ ജില്ലയിൽ തന്നെയാണേ അല്ലേ സന്തോഷ് സാറേ? പ്രീതി ടീച്ചറും ലില്ലി ടീച്ചറും കാലടി. അല്ല, അപ്പൊ വിനോദ് സാറിനില്ലേ? എനിക്ക് റിസർവാന്നേ, ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ജോസ് സാറിനത് കന്നി ഇലക്ഷൻ. സാറിന്റെ സെന്റർ സാറ് തന്നെ നോക്കും. സാറേ അങ്ങനെ പറഞ്ഞു, നമ്മള് പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. അല്ല പിന്നെ എന്നാ ചെയ്യാനാ സാറേ? ഈ ഇലക്ഷൻ കഴിയുന്നവരേ ഉള്ളൂ പോലീസും പ്രൊട്ടക്ഷനും ഒക്കെ. അത് കഴിഞ്ഞാലോ എനിക്കൊന്നും നഷ്ടപ്പെടുത്താൻ വയ്യ. നാളെ അവൻ വരണം, വരും. സാറെന്നാ ഉദ്ദേശിക്കണേ? മുങ്ങിച്ചാവാൻ പോകുന്നവന് കച്ചിത്തുരുമെന്ന് സാറ് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു കച്ചിത്തുരുമ്പ് കയറി പിടിക്കാൻ പോവാ ഞാൻ. സാറിൻ്റെ കൂടെ നിൽക്കുമോ പ്ലീസ്? ആരോട് ചോദിച്ചിട്ടാണ് ആ ജോസിന്റെ വീട്ടിൽ പോയി പരാക്രമം കാണിച്ചത്? ആ ബൂത്തിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? ആ ഓട്ടോക്കാരൻ എന്തിയേ? അവൻ നിങ്ങൾ കൊന്നോ? അവൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ട് ഉപയോഗിച്ചായ. ഭാഗ്യം. നിങ്ങൾക്കൊക്കെ എന്നതാടാ, ഭ്രാന്തായോ? അല്ല ചോദിച്ചായ, പേടിയാണ് ഫ്രട്ടിക്ക്, പെട്ടുപോകുന്നു. അവൻ പറയുന്നതിൽ കാര്യമുണ്ട് ചോദിച്ചായ. ഈ ഇലക്ഷനിൽ നമ്മുടെ പാർട്ടി ജയിച്ചില്ലെങ്കിൽ പണി കിട്ടും. രക്ഷിക്കാന്ന് വാക്ക് പറഞ്ഞവരൊക്കെ കൈമലതും, അത് ഉറപ്പാ. ജോണി, നിനക്കറിയോ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞാനും എൻ്റെ അനിയനും ഈ നിലയിലെത്തിയത്. അതൊരു പട്ടിയുടെ മൊഴിയിൽ നഷ്ടപ്പെടാൻ പാടില്ല. ജോസ് ഇനി ഒരിക്കലും മൊഴി കൊടുക്കില്ല. ബൂത്ത് നമ്പർ 8 വോട്ടിങ്ങിനിടെ 2 പാർട്ടിക്കാർ തമ്മിൽ സംഘർഷമുണ്ടാകും. ആ ഏറ്റുമുട്ടലിൽ നിരപരാധിയായ പ്രിസൈഡിംഗ് ഓഫീസർ കൊല്ലപ്പെടും. തികച്ചും രാഷ്ട്രീയം, കംപ്ലീറ്റ്ലി പൊളിറ്റിക്സ്. ക്രമ നമ്പർ 478 സുകുമാരി തൈപ്പറമ്പിൽ. ക്രമ നമ്പർ 479 രാധാമണി കൂട്ടുങ്കൽ.
അങ്ങോട്ട് ചെന്നു വരൂ. ക്രമ നമ്പർ 480 ഷൺമുഖൻ തൈപ്പറമ്പിൽ. വരൂ വരൂ. ക്രമ നമ്പർ 493 അമ്മണിയമ്മ ചൂരാക്കുഴി. സുമതി ആറ്റുകാലയിൽ. ക്രമ നമ്പർ 612 മോഹനൻ കൊട്ടാരത്തിൽ. സാറേ ഇത് മോഹനല്ല, ഇവന് ഈ വാർഡിലുള്ള ഇത് കള്ളവോട്ടാണോ? അത് ഇയാളാണല്ലോ തീരുമാനിക്കണേ. സാറേ കറക്റ്റാ. സാറേ നടക്കത്തില്ല സാർ. നീയാണ് എന്നെ ഉണ്ടാക്കിയത്. ഏയ് മാന്യമായി സംസാരിക്കാം. സാറൊന്നും ഉണ്ടായില്ല സാറേ. ഇവനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചില്ല സാർ. ഒന്ന് കാണണം, അവരോട് വോട്ട് ചെയ്യും. ഏത് മറ്റേ മോനാണെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണണം. വണ്ടി എടുത്ത് വരണ്ട. ഓടാ. നീ വോട്ട് വോട്ട് ചെയ്യും. ആരാണ് സൈലൻസ് പ്ലീസ്. സാറേ ഇത് കള്ളോട്ടോ സാറേ ഇത്. നിങ്ങളുടെ ഐ ഡി കാർഡ് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടല്ലോ, പിന്നെ എന്തിനാ ഐ ഡി കാർഡ്? റോങ് ആണല്ലോ. അത് താനാണോ തീരുമാനിക്കുന്നത്? സാറ് കുമാരുടെ വാക്ക് കേട്ട് വരുന്ന എന്നെ ഇവനെ ഇറക്കിവിട് സാറേ.
ഇന്നിവിടെ ആനപ്പാറയിലെ പോളിംഗ് ബൂത്തിൽ നടന്ന കൊലപാതകത്തിന്റെ വിധി പ്രസ്താവനയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നടക്കാൻ പോകുന്നത്. ശിക്ഷ ഉറപ്പാ. ജോസിന്റെ അമ്മയുടെ ആ പെൺകൊച്ചിന്റെ കാര്യമാണ് നഷ്ടം. ബൂത്തിൽ നടന്ന അക്രമ സംഭവത്തിന്റെ ജോലി കിട്ടി, കല്യാണം ഉറപ്പിച്ചു. പാവം ആ കൊച്ചൊന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു. ഇപ്പൊ കേസായി, ജയിലായി. കൊലപാതക കുറ്റമല്ലയോ? കഷ്ടം. According to the information that we have got, the judge has arrived at the court in order to deliver the final judgment. This is Shreya Menon, CNN News reporting from District Court, Ernakulam. ഈ കേസിന്റെ വാദങ്ങളും തെളിവുകളും സാക്ഷിമൊഴികളും മറ്റും പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ പ്രതികളായ മിസ്റ്റർ ജോസ്, CI പ്രവീൺ, സിവിൽ പോലീസ് ഓഫീസർ ജോർജ് കുര്യൻ എന്നിവർ കൃത്യം നടത്തിയതായി സംശയലേശമെന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പോളിംഗ് ബൂത്തിലേക്ക് ആസൂത്രിതമായി കടന്നു എന്ന് നിരപരാധിയായ ഒരു പോളിംഗ് ഏജന്റിനെ വധിക്കുകയും അത് തടയുവാൻ ശ്രമിച്ച പ്രിസൈഡിംഗ് ഓഫീസറെ അപായപ്പെടുത്താൻ ശ്രമിച്ച പശ്ചാത്തലവും ഈ കൃത്യത്തിലേക്ക് ഇവരെ നയിച്ച സാഹചര്യവും കൊല്ലപ്പെട്ട വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലവും കണക്കിലെടുത്ത് 1, 2, 3 പ്രതികൾ ചെയ്തത് തങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കുറ്റാരോപിതരായ ജോസിനെയും CI പ്രവീണിനെയും CPO ജോർജ് കുര്യനെയും ഈ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. നമ്മുടെ ഈ നിയമത്തിൽ ഇങ്ങനൊരു വകുപ്പും കൂടി ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നല്ലേ? അവൻ ചാവണ്ടവനാ, അല്ലെങ്കിലും രക്ഷിക്കാനും ശിക്ഷിക്കാനൊക്കെ അല്ലേ നിയമം. എല്ലാരും അവിടെ നിൽപ്പുണ്ട്, ഇപ്പൊ അങ്ങോട്ട് പോകണ്ടോ? കേട്ടോ, നിങ്ങളുടെ സ്വർഗത്തിൽ ഇനിയും കട്ടുറുമ്പുകൾ വരാതിരിക്കട്ടെ. ഇനി നിന്നെ ഞാൻ എങ്ങും വിടില്ല. എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കിട്ടണം. പഞ്ചായത്ത് രാജ് ആക്ട് നോക്കിക്കഴിഞ്ഞാലേ പ്രിസൈഡിംഗ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ പവറാണ് സാറേ. സാർ ആ ഗൂഗിളിൽ കയറുന്ന സെർച്ച് ചെയ്ത് നോക്കി.